ചരിത്രത്തിലുടനീളം ലേവ്യത്താൻ എന്ന പേര് ഭയം, ശക്തി, നിഗൂഢത എന്നിവ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ ലേവ്യത്താൻ എന്താണ്? ഒരു പുരാണ മൃഗമോ? ഒരു രാഷ്ട്രീയ ശക്തിയോ? അതോ മറ്റെന്തെങ്കിലുമോ? പുരാതന ഗ്രന്ഥങ്ങളിൽ ലേവ്യത്താനെ ഒരു ഭീകരമായ കടൽജീവിയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. പുരാണങ്ങളിലെ ഏറ്റവും ഭയാനകമായ ജീവികളിൽ ഒന്ന്. ബൈബിൾ, പ്രത്യേകിച്ച് ജോബിന്റെ പുസ്തകത്തിൽ, അതിനെ ഒരു ഭീമാകാരമായ, അഗ്നി ശ്വസിക്കുന്ന സർപ്പമായി, ആർക്കും അതിനെ മെരുക്കാൻ കഴിയാത്തത്ര ശക്തനായ ഒരു ജീവിയായാണ് ചിത്രീകരിക്കുന്നത്. പല വ്യാഖ്യാനങ്ങളിലും ഇത് കുഴപ്പങ്ങൾ, നാശം, പ്രകൃതിയുടെ മെരുക്കപ്പെടാത്ത ശക്തികൾ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. എന്നാൽ ലേവ്യത്താൻ വെറുമൊരു ഇതിഹാസമല്ല. 1651-ൽ തത്വചിന്തകനായ തോമസ് ഹോബ്സ് തന്റെ ലേവ്യത്താൻ എന്ന പുസ്തകത്തിൽ അതിനെ പുനർനിർവചിച്ചു. അവിടെ സമാധാനം നിലനിർത്തുന്നതിനുള്ള താക്കോലായി അദ്ദേഹം ശക്തമായ, കേന്ദ്രീകൃത സർക്കാരിനെ വിവരിച്ചു. ഹോബ്സിനെ സംബന്ധിച്ചിടത്തോളം ലേവ്യത്താൻ ഒരു രാക്ഷസനല്ല, മറിച്ച് ഒരു ആവശ്യമായ ശക്തിയായിരുന്നു, അരാജകത്വം തടയുന്നതിനുള്ള ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. ഇന്നും ലേവ്യത്താൻ എന്ന ആശയം സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും സജീവമാണ്. ഫാന്റസി കഥകളിലും ഹൊറർ സിനിമകളിലും ആധുനിക ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലും പോലും ഇത് പ്രത്യക്ഷപ്പെടുന്നു. ചിലർ ഇതിനെ അടിച്ചമർത്തൽ ഭരണത്തിന്റെ ഒരു രൂപകമായി കാണുന്നു, മറ്റുള്ളവർ ഇതിനെ ക്രമസമാധാനത്തിന്റെ കാവൽക്കാരനായി കാണുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ലേവ്യത്താൻ ഒരു നാശത്തിന്റെ മൃഗമാണോ അതോ സ്ഥിരതയുടെ ശക്തിയാണോ? അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കൂ. കൂടുതൽ അത്ഭുതകരമായ വസ്തുതകൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.